ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറി. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു കുട്ടികളിലുള്ള ചുമയും കഫം കെട്ടും ജലദോഷവും എല്ലാം മാറിക്കിട്ടാനായിട്ടുള്ളൊരു ചെറിയ ഒറ്റമൂലിയായിട്ടാണ്. അപ്പോൾ ഈ ഇല നിങ്ങളെല്ലാവരും കണ്ട് സുപരിചിതമായിട്ടുണ്ടായിരിക്കും. കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്ക എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരുതരം ഔഷധ ചെടിയാണ്. ഇത് ഒട്ടുമുക്കാലും പേരുടെയൊക്കെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇല നമ്മൾ ഒരു 5-6 എടുത്ത് പൊട്ടിച്ചെടുത്ത് ഫ്രഷായിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഗ്യാസ് ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ പരത്തി വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായി വാടി കിട്ടും. അപ്പോൾ ഇത് പണ്ട് മുതലേ അമ്മമാരെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി നമ്മൾ ഞെക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് കിട്ടും. ഈ ജ്യൂസാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഏകദേശം ഒരു 6-7 മാസം പ്രായം മുതൽ ഒരു 2 വയസ്സ് വരെ അല്ലെങ്കിൽ അതിന് മേലേക്കുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി കഴിഞ്ഞ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായി ഞെരടി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള ജ്യൂസ് അത്യാവശ്യം നന്നായിട്ട് നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഹണിയാണ്. തേന്, ചെറുതേന് എല്ലാവരും വീട്ടിലുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ചെറുതേനാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. കാരണം ഇതിൽ നീരിന് കുറച്ച് ചവർപ്പും ചെറിയ കയ്പൊക്കെ ഉണ്ടാകും, അപ്പം മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തേന് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തേനില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പനങ്കൽക്കണ്ടം അലിയിച്ചിട്ട് അതും ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് പൂർണ്ണമായിട്ടും ജലദോഷത്തിനൊരു കുറവ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് ഒരു ലൂസായിട്ട് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് മക്കൾക്ക് രാവിലെയും വൈകുന്നേരവും 2 നേരം വെച്ചിട്ടെങ്കിലും കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നന്നായിട്ട് ജലദോഷമൊക്കെ നന്നായിട്ട് മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും പരമാവധി ജലദോഷമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.